ഹായ് കൂട്ടുകാര്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു വിളവെടുപ്പുമായിട്ടാട്ടോ. വിളവെടുപ്പ് കാണിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവർക്കും വിളവെടുപ്പ് കാണുവാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഇങ്ങനെ മെസ്സേജിൽ പറയൂ, എനിക്ക് വിളവെടുപ്പ് കാണുന്നത് ഭയങ്കര ഇഷ്ടം. അത് രസമാണല്ലോ, നമ്മൾ നട്ടുണ്ടാക്കിയത് ഇങ്ങനെ വിളവെടുക്കുന്നത് കാണുന്നത്. അത് മാത്രമല്ല, വിളവെടുപ്പ് കാണിച്ചാല് നല്ലൊരു പ്രചോദനമാ. അപ്പോ തോന്നും, ഞാനും ഒന്ന് നട്ടാൽ എന്താന്നൊക്കെ തോന്നും. എന്തായാലും ഒരാൾക്കെങ്കിലും തോന്നിയിരിക്കും. അതുകൊണ്ട് ഞാന് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഞാൻ ചേന വിളവെടുക്കാൻ പോവാട്ടോ. ചേന കുഴിച്ചതും ഞാൻ തന്നെ. എല്ലാം കോഴിയമ്മ എന്ന് പറയില്ലേ, എല്ലാം കോഴിയമ്മ തന്നെ. ഞാൻ തന്നെയാണ് എല്ലാം ഫുൾ ചെയ്തത്. അപ്പോൾ ഞാൻ തന്നെയാണ് വിളവെടുക്കാനും പോകുന്നത്. നമ്മൾ നട്ടുണ്ടാക്കിയത് വിളവെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ചേന വിളവെടുക്കാൻ പോവുകയാണ്. ഇങ്ങൾക്ക് ചേനയും വിളവെടുക്കുന്നതും എല്ലാം കാണാം. ഇതാണ് ചേന, ഞാന് വിളവെടുക്കാൻ വിചാരിച്ച ചേന. ഇതുണ്ട്, വേറൊന്ന് ഞാൻ വെട്ടി വെച്ചിട്ടുമുണ്ട്. ഇതാണ് ഇപ്പൊ ഇന്ന് വിളവെടുക്കുന്നത്. ഇതിന് അത്ര അങ്ങോട്ട് ആയിട്ടില്ലല്ലോ. ഇതിന് മുമ്പ് ഞാൻ വിളവെടുത്തിട്ടുണ്ടല്ലോ, അത് നല്ല പച്ച നിറത്തിലായിരുന്നു എൻ്റെ ഇലകളൊക്കെ. അപ്പൊ എല്ലാരും പറഞ്ഞു ആയിട്ടില്ല. ഇതായിട്ടില്ല, നോക്ക്, ഇതിന്റെ കളറൊക്കെ ഒരു മഞ്ഞിച്ചൊക്കെ ചെയ്ത്. എൻ്റെ ഇത്ര പോലുണ്ട്. ഞാൻ വിളവെടുക്കട്ടെ. ഞാനൊരു കുഴി കുഴിച്ചിട്ട് കരിയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ അതിന് വേറൊന്നും ഉണ്ട് കേട്ടോ. ഇവിടെ വണ്ണം വെക്കുമെന്ന് അറിയുന്നത് മൊത്തം ചോലയാ, മൊത്തം എൻ്റെ വാഴത്തോട്ടാ, കാപ്പിത്തോട്ടും. അതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ആ സ്ഥലമല്ലേറ്റ് നട്ടത്. എന്നാലും വണ്ണം കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിപ്പം ഉണ്ടാവും എന്നുള്ളത്. ആദ്യം ഇതങ്ങ് വെട്ടുക. ഇതൊക്കെ ചെടിക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. ചെടി വലുതാകുന്ന വിളവെടുക്കുന്ന അത് തിരിച്ച് ചെടിക്ക് തന്നെ കൊടുക്കുക. എങ്ങനെ ഇവിടെ മഴ പെയ്തിട്ട് ഒരാഴ്ച 2 ആഴ്ച ആയി. അതുകൊണ്ട് പാറ പോലെ ആയിനത്. കൈക്കോട്ടൊക്കെ വേണം, കൈക്കോട്ട് എടുക്കട്ടെ, അല്ലാണ്ട് കിട്ടൂല. ഞാൻ നടന്ന് എല്ലാം ഞാൻ തന്നെ. അതുകൊണ്ട് സംഭവം ചെറുതായിരിക്കും, പറയാൻ പറ്റൂല. നിങ്ങളോട് ഞാനും ആകാംക്ഷയോടെ നിൽക്കുക. അങ്ങനെ മാന്തി വെക്കട്ടെ. മേലുണ്ട് കേട്ടോ, മേലെ വിത്തൊക്കെ കാണുന്നുണ്ട്. വിത്തല്ലല്ലോ നമ്മളിത് വേണ്ടത്, ആ വട്ടത്തിലുള്ള ചേനയാണല്ലോ കിട്ടണ്ടി. അവിടൊക്കെ അവിടെ എല്ലാം വേരാ. അതിന്റെ വേര് കണ്ടാ അറിയാം, വലിപ്പുണ്ട് തോന്നണ്. നോക്കട്ടെ. ഇത് കുട്ടികളെ കൈക്കോട്ടാന്ന് വിചാരിക്കും നിങ്ങള്. ഞാൻ അങ്ങനത്തെ കൈക്കോട്ടോണൊക്കെ പണിയെടുക്കല്, എന്നാലേ എനിക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ കൈവേദന, ഊരവേദന. നമുക്കിപ്പം പണിയെടുത്താ പോരെ. കൈക്കോട് ചെറുതാലിപ്പം വലിച്ചൂരാനൊന്നും കഴിയൂരട്ടോ. അത് അത്ര അടിയിലോട്ട് നല്ല അനങ്ങുന്നില്ല. പൊട്ടാണ്ട കിട്ടണം, അതാ. കൈക്കോട്ടോണ്ട് കുറെ കൊത്തി നോക്കുമ്പോ ആള് സംഭവം കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. വിചാരിച്ച് ചെറുതായിരിക്കുന്ന, കാരണം ചോലയാണല്ലോ. എന്നാലും ഞാൻ എൻ്റെ കരിയിലെൻ്റെ പവർ ആയിരിക്കാം, കുറച്ചൊരു വണ്ണമൊക്കെ കാണാണ്ട്. അപ്പൊ ഞാൻ ആ കൈക്കോട്ടോണ്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇതുകൊണ്ടൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച്. ഇങ്ങനെ എല്ലാ പണിയായതും നമ്മളെ കയ്യിൽ വേണം. കത്തി, കൈക്കോട്ട്, പാര, അതിനൊക്കെ നിർബന്ധമായിട്ട് വേണ്ടേ ഗ്ലൗസ് എടുത്തില്ല. എങ്ങനത്തെ പണിയല്ലേ നമുക്ക്. കരിയില പാരുമ്പോ ഒക്കെ ആണല്ലോ മെയിനായിട്ട് ഗ്ലൗസ് വേണ്ടത്. അതുകൊണ്ട് എന്നൊന്നും പറയരുത്, ഗ്ലൗസ് ഒന്നും ഇട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാം. എന്നിട്ട് കൊറേ അങ്ങോട്ട് പൊട്ടാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാ, ഫുള്ള് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ. അടിയൊട്ടും കുറച്ച് നനവല്ല, കുറച്ച് ഉണക്കൊന്നുമല്ല. എന്നാലും പൊട്ടാണ്ട് കിട്ടണമെങ്കിലേ എന്ത് വേണം. നിങ്ങളൊക്കെ പാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ ചേന വിളവെടുക്കുമ്പോൾ? ഞങ്ങളിവിടെ കാച്ചിൽ വിളവെടുക്കുമ്പോൾ ഉണ്ടല്ലോ പാര നിർബന്ധ. ഇതിനൊന്നും പാര, ആണുങ്ങൾക്ക് ഇതൊന്നും പാരയൊന്നും വേണ്ട. ഞാൻ വീട്ടമ്മക്ക് ചിലപ്പോൾ പാര വേണ്ടി വരും, കിട്ടുന്നില്ല. ഇനി ഒന്ന് കൈക്കോട്ടോണ്ട് ഒന്ന് മാന്തി വെക്കട്ടെ.
ഒരു ചേന ഞങ്ങൾക്ക് ഒരാഴ്ച, ഇതിൻ്റെ മുമ്പത്തെ എനിക്ക് 2 ആഴ്ച വരെ ഉണ്ടായിരുന്നു. ചേന അങ്ങനെ ഒന്നും കേടുവരൂല. ചേന നമ്മൾ മുറിച്ചാൽ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ നമുക്ക് കേടുവരാതെ ഉപയോഗിക്കാം. മാന്തി വെക്കട്ടെ, പാര പോലത്തെ കൈക്കോട്ടു. എന്നിട്ടൊന്നും അനക്കം വന്നില്ല. ആക്ക് വാശി പിടിച്ച് നിൽക്കുക, എന്നെ കൊല്ലല്ലേന്നും പറഞ്ഞിട്ട്. കുറെ കുത്തി നോക്കിട്ടോ എന്നിട്ടും അനക്കല്ല. എന്ത് ചെയ്യാനോ മക്കളെ, ഇത്രയും ഉറപ്പുള്ള സംഭവമോ ഈ ഒരു മാസത്തില് ഞാനൊന്ന് കുത്തി 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 അനക്ക കുറഞ്ഞ് അനങ്ങുന്നുണ്ട്. ഞാൻ നോക്കട്ടെ. കിട്ടുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാ, നല്ലതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൊട്ടുന്നുണ്ട് അടി. കുറച്ച് പൊട്ടിക്കേ. ഞാൻ പൊട്ടോണ്ട് കിട്ടണം വിചാരിച്ച് ഇത്രയും ത്യാഗം സഹിച്ച് കുറച്ച് പൊട്ടീന്. കാണിച്ചു തരാ. മാഷാ അല്ലാ, നല്ലൊരു ഭയങ്കര വെയിറ്റാ. കുറച്ച് പൊട്ടിയുള്ളൂ. എന്താ കുറച്ച് അല്ലല്ലോ, അടിഭാഗം കാണാണ്ടല്ലോ. എങ്ങനെയുണ്ട്, വലിപ്പല്ലേ? ഇതിപ്പോ എങ്ങനെ ഉണ്ടായത്, ഞാൻ എങ്ങനെ നട്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെ നട്ടിപ്പം തന്നെ കാണിച്ചു തരാം. മോഡല് നല്ല അടിപൊളി. ഞാനിത് നടാന് എനിക്കൊരു ചില്ലി കാശ് മുടങ്ങിയില്ല. ഞാൻ എന്താ ചെയ്തറിയോ, ആദ്യം കുഴിച്ച് എന്നിട്ട് ഇപ്പം ചുറ്റുമുള്ള കരിയിലെല്ലാം ഒക്കെ എടുത്തിട്ട് നിറച്ച് കുത്തി കുത്തി അമർത്തി നിറച്ചടിട്ട്, പിന്നെ ഞാൻ ഇതിൻ്റെ പീസ് എടുത്ത്, ഇതൊരു പീസ് നട്ടതാട്ടോ, ഒരു പീസ് എടുത്ത് ഞാൻ വെച്ച് മണ്ണിട്ട് പോയി ഇന്ന് കുറച്ച്. പിന്നെ മഴയൊക്കെ തുടങ്ങുകയും ചെയ്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ പൊങ്ങി ഇങ്ങനെ വന്ന് നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഞാൻ പിന്നെ മണ്ണ് കൂട്ടി കൊടുക്കും, പുല്ല് പറിച്ച് കൊടുക്കും. പുല്ലൊന്നും വെക്കേല്ലേ, അതൊക്കെ ഞാൻ ഭയങ്കര കറക്റ്റാണ്. വളം പൈസ കൊടുത്ത് വാങ്ങിയില്ല, ചാണകം എല്ലാം ഒന്നുമില്ല, കരിയില മാത്രം. എൻ്റെ കരിയില ഉണ്ടാക്കിയ ചേനൻ്റെ വലിപ്പം നോക്ക്. എന്താ ഇത് സംസാരിക്കണ അതുക്കും അത്ര വെയിറ്റാ. നല്ല അടിപൊളി ഒരു ചേന ഉണ്ടാക്കുന്നൊക്കെ എന്ത് രസാലേ. നമ്മൾ വീട്ടമ്മ വിചാരിച്ചാൽ ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞിരുന്നില്ല ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാന്നുള്ളത്. ഇത് നടുകയാണെങ്കിൽ ഇതൊരു 6 പീസാക്കാം. ഇത് പിന്നെ എപ്പോൾ ഞാൻ നടാനുള്ള സമയം അല്ലല്ലോ. അപ്പം ഞാനിത് എന്താ വിചാരിക്കുന്നത്, ഇതിപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് ഇത് ഉപ്പേരി വെക്കാനും ഒക്കെയാണ് ഇത് വിചാരിച്ചല്ല. നല്ല രസമല്ലേ ചേനൻ്റെ ഉപ്പേരി, ചേന കൊണ്ടുണ്ടാക്കുന്ന എല്ലാത്തിനും ചേന വേണമല്ലോ സാമ്പാറിന്. ഞാൻ നന്നാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ വേരൊക്കെ പോക്കി, വേരെല്ലാം പോക്കി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നട്ടുണ്ടാക്കിയത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്ന എന്തിനാണെന്നറിയോ, ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എല്ലാവരും കൃഷിയിലോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം പൈസ ഇല്ല, സ്ഥലമില്ല, വളം വാങ്ങാനൊന്നും പൈസ ഇല്ല എന്ന് പറയുന്നവർക്ക് ഇത് നല്ലൊരു മാതൃകയാണ്. കാരണം ഞാൻ എന്താണെന്നറിയോ, ഒരു പൈസ മുടക്കിയില്ല. ചേനൻ്റെ പീസ്, അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എവിടുന്ന ചേനൻ്റെ പീസ് കിട്ടിയെന്ന്. ചേനൻ്റെ പീസിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് എന്ന് കിട്ടിയതൊക്കെ എന്നോട് ചോദ്യം വന്നിരുന്നു. ഞാൻ എൻ്റെ കാബേജ് വിളവെടുത്ത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി മുതൽ കാബേജ് പൈസ കൊടുത്ത് വാങ്ങണ്ട, ഈ തണ്ടുമ്പോൾ തന്നെ നിറയെ തൈ ഉണ്ടാവും. അപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ട് നിങ്ങൾക്ക് അത് നടാൻ ഫസ്റ്റിൽ എവിടുന്ന് കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ തോറ്റു, കാരണം ഞാൻ വാങ്ങിയതാ. അതുപോലെ ചേന ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള കഥയാട്ടോ. അപ്പോൾ ഒരു ചേനൻ്റെ നിങ്ങൾ നേഴ്സറിയിലട്ടം പോയിട്ട് ഒരു കഷ്ണം വാങ്ങി എന്നിട്ട് ഇങ്ങനെ അങ്ങ് നട്ടു നോക്കി. നിങ്ങൾ ചാക്കിലും നടാട്ടോ, സ്ഥലമില്ലാത്തവർക്ക് മുറ്റത്ത് ചാക്കിലും നടാം. ചാക്കിലും നട്ടിട്ട് എനിക്ക് ഇത്ര പോലെ കിട്ടിയിട്ട്, ഇത്ര തന്നെ വണ്ണത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒക്കെ എൻ്റെ ചാനലുണ്ട്. അപ്പോൾ ചേന കണ്ടില്ലേ, അടിപൊളി. ഇതിൽ മണ്ണൊന്നും ഇല്ല കേട്ടോ, മണ്ണൊക്കെ പോക്കീന്ന്. ഇതിപ്പോൾ എത്ര കിലോ ഉണ്ടാവും എന്നുള്ളത് തൂക്കി നോക്കണം. തൂക്കാൻ മെഷീനൊക്കെ ഉണ്ട്. പുരയിലെത്തിയാൽ ഇത് പുരൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലത്തു നിന്നാണ് വിളവെടുത്തത്. ഇനി ഞാൻ കാണിച്ചു തരുന്നത് ഞാനിത് നട്ട രീതിയാണ്. അതൊന്ന് കാണിക്കുമെന്ന് ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
ഞാനിപ്പം കാണിച്ചു തരുന്നത് ഞാൻ എങ്ങനെയാണ് ഈ ചേന നട്ടത് എന്നുള്ളതാ. നടുമ്പോ ഇപ്പൊ ചേന വെക്കൂല കേട്ടോ, ചേന പീസ് ഒന്നും വെക്കുന്നില്ലേ, അല്ലാണ്ട് എന്തൊക്കെയാണ് പോട്ടി മിക്സ് എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം എങ്ങനെ ഒരു കുഴി കുഴിച്ചു. ഞാൻ ചെയ്തത് എങ്ങനെ നിങ്ങൾക്കും കൂടി അങ്ങനെ ചെയ്യാം. ഞാൻ എന്ത് വീഡിയോ വിളവെടുപ്പിട്ടാലും അതെങ്ങനെ നിങ്ങൾ നട്ടത്, അതിൻ്റെ വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിക്കുന്ന എത്രയോ പേരുണ്ട്. ഏലത്തിൻ്റെ ഇന്നലെ ഇട്ട് ഞാൻ വിശദമായിട്ട് അതിൽ കാണിച്ചതാണ് ഏലം പറിക്കുന്നതും കൊണ്ടുപോയിട്ട് നടുന്നതൊക്കെ. എന്നിട്ട് അതിന് താഴെ മെസ്സേജ് വന്നു, നിങ്ങൾ ഏലം നടുന്നു ഒന്ന് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് കണ്ടങ്ങ് കാണാനാവും, അതിലുണ്ടല്ലോ. ഇപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് കുഴി കുഴിച്ച്, കുറച്ചധികം കുഴി ആയിക്കോട്ടെ കേട്ടോ. എന്താ അങ്ങനെ കുഴി കുഴിച്ചിട്ട് കുഴി കുഴിക്കുമ്പോൾ ചുറ്റും കുറച്ച് വീതിയും വിസ്താരവും ഒക്കെ ഉണ്ടായിക്കോട്ടെ. സംസാരത്തിൽ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ വന്നു, പണിയും പ്രായവും എല്ലാം കൂടി കലർന്നിട്ട്. അപ്പോൾ കുഴി കുഴിച്ചില്ലേ, ഇനി ഞാൻ ഇതിൽ നിറയെ കരിയിലിട്ട് കാണിച്ചു തരാം. എന്നാൽ പിന്നെ സംശയം തീർന്നല്ലോ. ഇതാ കുഴി കുഴിച്ചങ്ങൾ കണ്ടല്ലോ, ഉണ്ട് കരിയിലിടുക. കരിയിൽ എത്രയൊന്നും അല്ല, ഞാൻ സാമ്പിളാണ്. കരിയില ഫുള്ള് ഇടും. ഞങ്ങൾ കാണിച്ചു തരുന്നതാണല്ലോ ഞാൻ നട്ടത്. ഇപ്പം അതിനെന്താ വാഴൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ഇതോട്ടുണ്ടാകുമല്ലോ. ഇതൊക്കെ നല്ല വാളാ. എൻ്റെ അടുത്ത് ഇത് ഇഷ്ടം പോലെ കേട്ടോ. ഞാൻ വാഴ നിറച്ചും അങ്ങ് നട്ടുപിടിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പം ഇവിടെ എന്തായി ചോല, ഇവിടെ ഇപ്പം ഏത് സമയത്തും പണിയെടുക്കാം, അങ്ങനെ ആയിട്ടുണ്ട്. ഇതിടൂ. പിന്നെ പച്ചില ഒക്കെ ഇടാ. ഇതൊന്നും അന്ന് ഇടാൻ എനിക്ക് കിട്ടിയില്ല. പച്ചില എല്ലാം ഇടാം. അതിപ്പോൾ ഉള്ളത് കൊണ്ട് ഞാൻ കാണിച്ചിരുന്നുള്ളൂ. പച്ചിലേൻ്റെ ഇലയൊക്കെ ഇടും. എന്നിട്ട് ഞാൻ ചെയ്തത് എന്താ അറിയോ, ഇതൊന്നും ഇങ്ങനെ അമർത്തിയിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണിടും. കാരണം എന്താ പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വളാക്കി മാറ്റും. മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുള്ളതാ, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പം നല്ല ജീവികൾ ഈ ഞാനിട്ട കരിയിലനൊക്കെ കമ്പോസ്റ്റ് ആക്കി, അല്ല പെട്ടെന്ന് വളാക്കി കമ്പോസ്റ്റ് ആക്കി തന്നെ പറയാം, ആക്കി മാറ്റും. അതിനുള്ള പണിയാണ്. അപ്പം കുറച്ച് മണ്ണിട്ട്, എന്നിട്ട് ഞാൻ ഇവിടെ മുളച്ച് വന്ന ചേനല്ലേ, ഇത് ആദ്യത്തെ കഥയാട്ടോ പറയുന്നത്, അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അങ്ങ് മൂടും. ഇങ്ങനെ അങ്ങോട്ട് മൂടി കൊടുക്കും. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ മുള പൊങ്ങി വന്ന് കഴിഞ്ഞാൽ ഈ ചുറ്റുള്ളതെല്ലാം ചെത്തി കോരി ഇങ്ങനെ ഇട്ട് മൂടും. മണ്ണ് മൂടും. വേറെ ഒന്നും ചെയ്തില്ല. ഇത് നനച്ചു കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് പുല്ല് പറിക്കുക, ഇങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് കിട്ടിയ ചേന ഇത്. മാഷാ അല്ലാ, നല്ലൊരു ചേന കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണേ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ കമൻറ്റ് ഇടണേ. ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് എന്നുള്ളത്. ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ആക്കി എന്നുള്ളത്. ഇങ്ങനെ ചീഞ്ഞോട്ടെ, ഇതൊക്കെ ചീഞ്ഞ് പോയിക്കോട്ടെ. നമുക്കിനി അടുത്ത പോലെ ഞാൻ ഇവിടെ നടൂല കേട്ടോ. അത് വേറെ കാര്യം, വേറൊരു കുയ്യ കുയ്ക്കല്. ഇത് ഞാൻ നട്ട മോഡൽ കാണിച്ചു തന്നതാ. നിങ്ങൾ എങ്ങനെയാണ് നടലെന്ന് ചോദിക്കലുണ്ടല്ലോ. അതുകൊണ്ടോ എനിക്ക് ഒരു വാളും പൈസ കൊടുത്ത് വാങ്ങണ്ടാവും. എനിക്കാണെങ്കിൽ പശുവില്ല, പശുവിനെ പോറ്റാൻ എനിക്ക് കഴിയില്ല. അപ്പം ഞാൻ ചെയ്യുന്ന മാർഗം എന്താ, എൻ്റെ വിളവെടുപ്പ് കണ്ടല്ലോ. ഞാൻ കൈക്കോട്ടെടുത്ത് ഇങ്ങനെ കൊത്തുന്നതും പാര എടുത്ത് കിളക്കുന്നതും അതിനൊക്കെ വേണ്ടി വന്നു. ഒരു ചേനമഴ ഇല്ലാത്തത് കൊണ്ടാണ്. 2 ആഴ്ച മഴ പെയ്തിട്ട്. എന്തായാലും കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഫലം കിട്ടി. എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം കിട്ടി. നല്ല വലുപ്പമുള്ളൊരു ചേന. എനിക്ക് 2 ആഴ്ചക്ക് ഈ തോരൻ വെക്കാൻ വേറെ ഒന്നും നോക്കണ്ട. പിന്നെ അത് ഞാൻ വേറെ ഉദ്ദേശത്തിനാണ് വിളവെടുത്തത്. പിന്നെ അന്നേരം എൻ്റെ വിളവെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വിളവെടുപ്പുമായിട്ട് വരാം. എൻ്റെ വിളവെടുപ്പ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.